നൽകുമാറാകണമേ. പരസ്പരം സ്നേഹിച്ചും ആത്മാർത്ഥതയോടെ സഹായിച്ചും വിട്ടുവീഴ്ച മനോഭാവം പുലർത്തിയും ഉന്നതാദർശങ്ങൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തും ഉത്തമരായി ജീവിക്കുവാൻ നീ കൃപയരുളണമേ. പ്രതികൂലതയോടെ ഒന്നായി പോരാടി മുന്നേറുവാനുള്ള ശക്തി നീ ഉയരത്തുനിന്ന് കൊടുക്കണമേ. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ബന്ധവും മനസ്സിന്റെ യോജിപ്പോടുകൂടി ഐക്യവും ഐശ്വര്യമുള്ള കാലങ്ങളും നന്മ നിറഞ്ഞ മനോധൈര്യവും ദുഃഖകരമായ സകലത്തു നിന്നുള്ള വിടുതലും പുണ്യപ്രവർത്തികൾക്കുള്ളതായ സന്നദ്ധയും ഇവർക്ക് നീ കൊടുക്കണമേ. സകലത്തിനുപരിയായി നിന്നെ സ്നേഹിപ്പാനും നിന്നെ ആശ്രയിപ്പാനും നിന്നെ ശക്തിയും സന്തോഷവും ആർജിച്ച് ജീവിക്കുവാനും ഇവർക്ക് നീ കൃപ നൽകണമേ. ഇവിടെ യോജിപ്പും അഭിവൃദ്ധിയും കൊണ്ട് ചിലകാലം സന്തോഷിക്കുവാൻ ഞങ്ങളേവർക്കും നീ സൗഭാഗ്യം നൽകണമേ. ഇഹലോക ജീവിതത്തിൽ നിന്നെ പ്രീതിപ്പെടുത്തുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്നോടൊന്നിച്ച് ആനന്ദിക്കുവാനും ഞങ്ങൾക്കും ഇവർക്കും നീ കൃപയരുൾ ചെയ്യണമേ. ആയത് ശുദ്ധിമതിയായ കന്യാവർത്തമറിയാമ്മയുടെയും മാർഗിവർഗീസഹതായുടെയും മാർ ഗ്രിഗോറിയോസിന്റെയും ശേഷം സല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥ പ്രാർത്ഥനയാൽ തന്നെ. Once again, congratulations. Next we'll have a speech by Verghese. എല്ലാവരെയും വെൽക്കം ചെയ്യാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. 8 വർഷമായി ഞാൻ സ്റ്റേജിന്റെ മുമ്പിലോട്ട് ആദ്യമായിട്ട് കയറിയിട്ട് ഇച്ചിരി വരക്കുന്നുണ്ടല്ലോ. 8 വർഷത്തോളം. ഇത്രയും ബഹുമാനപ്പെട്ട അച്ഛനും ആന്റിയും അങ്കിൾമാരെ ആന്റിമാരെ കസിൻസ് ഫ്രണ്ട്സ് പപ്പ and മമ്മി, I would like to welcome all you to this occasion. ഇത്രയും പറഞ്ഞ് നിർത്തണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ എന്റെ കസിൻസ് അനിലും അനോജും പറഞ്ഞു ഇത്രയും പറഞ്ഞാൽ പോരാ, അല്പം കൂടെ കൂടുതൽ വേണം. കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ബങ്കറയുടെ 2 സ്റ്റെപ്സ് അല്ലെങ്കിൽ കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ അല്പം കൂടെ കൂടുതൽ പറയുന്നത്. അപ്പൊ ആ എഗ്രി ചെയ്ത് ഒരിക്കലും മാറരുത്. ഓക്കെ, ഞാനതിന് പപ്പയെ പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പം മുതൽ എനിക്കോ തോന്നുന്ന എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പപ്പ പിന്നെ ഉറങ്ങാനേ പറ്റില്ല, എപ്പോഴും അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. ഒരു നിമിഷം പോലും ഏത് നേരം നോക്കിക്കൊണ്ടിരിക്കുക അവിടെ. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10 വയസ്സുണ്ടായിരുന്നപ്പോ ന്യൂമോണിയ മമ്മി കോളഞ്ചേരി ആശുപത്രി അവിടെ നിൽക്കുമായിരുന്നു. സോറി, ലിഫ്റ്റിയില്ല. അവിടെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോ ഒരു ദിവസം മമ്മിക്ക് വീട്ടിലോട്ട് വന്നു. പപ്പ ബിസിനസ് ഇട്ട് പപ്പ അവനെ നോക്കിക്കാനായിട്ട് പോയി. അവിടെ ചെന്നു മമ്മി വീട്ടിലെത്തി 3 മണിക്കൂർ പോലും കഴിഞ്ഞില്ല, ഒരു കോള് വന്നു. പക്ഷെ വിളിച്ചത് തൊമ്മന. പറഞ്ഞു പപ്പ BP കൂടി ആശുപത്രി കിടക്കുക. അത്രയ്ക്കാണ് ഇപ്പോഴും 24, 24, 21 വയസ്സായ ഞങ്ങൾക്കെങ്കിലും ഇപ്പൊ ഒരു രോഗം വന്നാലും പപ്പ എപ്പോഴും അവിടെയുണ്ട്. വിക്സ് തൂക്കാനോ അവിടെ ഉറങ്ങാൻ പറ്റൂല. അവിടെ ഞങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞ് എന്തോരം നേരം വേണമെന്നും അവിടെ പപ്പ കുറെ നേരം കാത്തേക്കും. മമ്മിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ mommy, like every time she's hardworking. There are like several small things that she do, but when you count everything, it's really too much. And I think it's mostly every aunties, we usually underappreciate the efforts our moms do, because they do several things, but still we just don't count them. But she's been doing so many things. And it started from like when we were too small. She had to take me to one school, then she had to take my brother to nursery. And the thing is that it's opposite directions. And then she has to go to work. And everything is like a 9 o'clock. She runs everything. And still she's doing the same thing. But this is nothing. But like the one thing that I really appreciate is that she has teach us some lesson how to care. When we were small kids, my dad's father, Balifan, was really sick, and he used to pray like every day, like